ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് മടങ്ങുന്നു. താനൂരിലെ വടക്കേ പള്ളി നോക്കൂ. ചരിത്ര പ്രസിദ്ധമായ ദർസുൽ എന്ന താനൂരിലെ വടക്കേ പള്ളി നിർമ്മിച്ചതാരാ? ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഖുതുബുസ്സമാന്റെ നിർദ്ദേശവും പ്രവർത്തനവും. നിങ്ങളെ വെളിപ്പാടകലിലെ കൊടിഞ്ഞിപ്പള്ളി, ആ കൊടിഞ്ഞിപ്പള്ളി നിർമ്മിച്ചതാരാ? ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഖുതുബുസ്സമാൻ കൊടിഞ്ഞിപ്പള്ളി നിർമ്മിക്കാൻ നേരിട്ട് നേതൃത്വം കൊടുത്തു. അതിന് കുത്തിയടിച്ചു കൊടുത്തത് മഹാൻ. ദീൻ നിലനിൽക്കുവാൻ വേണ്ടി നിരവധി പള്ളികൾക്ക് ഉമറാക്കളെ കൊണ്ട് നിർമ്മാണ പ്രക്രിയ നിർവഹിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മുന്നോട്ട് വന്നു. അതാണ് ഖുതുബുസ്സമാന്റെ സേവന പ്രവർത്തനം. ആ മഹാൻ ഒരുപാട് പള്ളികൾ നിർമ്മിക്കാൻ ഉമറാക്കളോട് പറഞ്ഞു. മാത്രമല്ല, ദീനിന്റെ ശരിയായ ശിആർ നിലനിർത്തുവാൻ പാവങ്ങളെ ബുദ്ധിമുട്ടിയ സമയത്ത് സ്വലാത്ത് ചൊല്ലുവാനും ദിക്റ് ചൊല്ലുവാനും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ മൗലിദ് ഓതുവാനും കൽപ്പിച്ചിരുന്നു. ഇന്നും നിങ്ങൾ നോക്കൂ, താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ എന്ന് പറയുന്ന പ്രസിദ്ധ പണ്ഡിതൻ ദർസ് നടത്തിയിരുന്ന താഴെക്കോട്ടെ ജുമാ മസ്ജിദ്, ആ ജുമാഅത്ത് പള്ളിയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം, മമ്പറത്ത് തങ്ങൾ കൊടുത്തയച്ച ഒരു പട്ട് മൗലിദിന്റെ കിതാബ് വെക്കാണ്ട് ഒരു വിരിപ്പ് ഇന്നും അവിടെ സൂക്ഷിക്കുന്നുണ്ടത്രേ. മഹാനവറിൽ കൊടുത്തയച്ചൊരു വടി, ആ വടി ഇപ്പോഴും ആ പള്ളിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു വടിയും വിരിപ്പും ആ പള്ളിയിൽ എന്തിനാ ബഹുമാനപ്പെട്ടത് കൊടുത്തയച്ചത്? ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു വിരിപ്പ് വെച്ചുകൊണ്ട് അതിൽ മൗലിദ് കിതാബ് വെച്ചിട്ട് അഷ്റഫുൽ ഖൽക്കിന്റെ മദ്ഹ് പാടുന്നത് പാരമ്പര്യ പ്രവർത്തനമാണ്. ആ പാരമ്പര്യ പ്രവർത്തനത്തെ നിഷേധിച്ചുകൊണ്ട് മമ്പറത്ത് തങ്ങളെ അധിനിവേശ സാഹിത്യത്തിലെ പ്രമുഖനാക്കാൻ പറ്റുമോ? മാത്രമല്ല, നിങ്ങൾ നോക്കൂ, മഖ്ദൂമിന്റെ പള്ളി ദർസിലെ ബഹുമാനപ്പെട്ടവരുടെ പാഠം, ആ മഹാനവറുകൾ പഠിച്ചിരുന്നത്, ആ മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം മഖ്ദൂമിങ്ങളുടെ പാരമ്പര്യം എന്താ? മഖ്ദൂമാരുടെ പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾ നോക്കൂ. അവർ ഈ സമൂഹത്തിൽ കാഴ്ചവെച്ചത്, പൊന്നാനിയുടെ സിയാറത്ത് പള്ളിയുണ്ട്. സിയാറത്തോട് 1000 വർഷം പഴക്കമുള്ള കബറാണ് അവിടെ ഉള്ളത്. മഖ്ദൂം ഒന്നാമന്റെ ജ്യേഷ്ഠ പിതൃവ്യന്റെ കബറാണത്. ആ പള്ളിക്ക് സിയാറത്ത് പള്ളി എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. മഖ്ദൂം ഒന്നാമൻ സ്ഥിരമായി ആ പള്ളിയിൽ സിയാറത്ത് ചെയ്യും, സ്ഥിരമായി ആ പള്ളിയിൽ സിയാറത്ത് നടത്തും. മഖ്ദൂം ഒന്നാമന് സ്ഥിരമായി സിയാറത്ത് നടത്തുന്ന പള്ളിക്ക് ജനം കൊടുത്ത പേരാണ് സിയാറത്ത് പള്ളി. മഖ്ദൂം ഒന്നാമൻ സിയാറത്ത് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ 1000 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഒരു കബറോടുണ്ടെന്ന് പറയുമ്പോൾ ആ കബറിൽ സിയാറത്ത് ചെയ്യലും ആ കബറ് പെട്ടിപ്പൊക്കലും സമത്തക്കാരുണ്ടാക്കിയതാണോ? അപ്പൊ കബർ സിയാറത്തും ഈ കബറ് പെട്ടിപ്പൊക്കലും സമത്തക്കാരുടെ പണിയല്ല.